അതിന്റെ ഡയറക്ടർ എന്നോട് ചെയ്യാൻ പറഞ്ഞൊരു വേഷം അതതിന്റെ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ ഡയറക്ടറോട് പറയും പറ്റണ പണിയില്ല ഞാൻ ഒരു വട്ടം ചെയ്തപ്പോൾ തോന്നിയതാണ് ഹരിയേട്ടൻ പറഞ്ഞല്ല നിങ്ങൾ വന്നാൽ മതി ഞാൻ ചെയ്യിക്കാന്ന് തന്നെ ഹരിയേട്ടൻ തന്നെ ചെയ്യിച്ചത് അതിന് അത്ര ചെയ്യാനുള്ളൂ എൻ്റെ ഒരു വേഷം പറയാനും ചെയ്യാനും വേറെ ഭാവാഭിനയ ഭാഗമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്തു. ഒരു കാലത്ത് എല്ലാ സിനിമയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രമായിരുന്നു കളവാപ്പം. അപ്പോൾ ആ ഒരു ഒഴിവ് ഇപ്പോൾ നികത്താൻ പറ്റും. അതൊക്കെ കാണികളും പ്രേക്ഷകരും നിങ്ങൾ പത്രക്കാരും മീഡിയകളൊക്കെ തീരുമാനിക്കണം. ഞാൻ ഈ പണി പറഞ്ഞ പണി ഭംഗിയിൽ ചെയ്യും, തൊഴിലായിട്ട് സ്വീകരിക്കും. പുതിയ പടം ഞാനിപ്പോൾ ഖലീഫ കഴിഞ്ഞ്, ഡാൻസാഫ് കഴിഞ്ഞ്, ഏണി, ഓ പ്രേമ, അങ്ങനെ കുറേ പടം 4 പടം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. പരിപാടി ചോദിച്ചാട്ടോ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ല, വിളിക്കുന്നു വിചാരിക്കുന്നു, ആഗ്രഹിച്ചിരിക്കുന്നു. നല്ലൊരു സിനിമ അങ്ങനെ പിന്നെ പടം മാറി നല്ല ജോണം. ആവശ്യത്തിന് മാത്രം കോമഡി, ഒത്തിരി കോമഡി, നല്ല ചെറിയൊരു പ്രണയവും നല്ല പാട്ടും ഇഷ്ടമായി പടം. എല്ലാവരും കാണാൻ തീരുമാനിക്കാം. പുതുമ കിട്ടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ വിജയമാട്ടെ. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പടം. ഒരുമ്പെട്ട എന്ന് പറഞ്ഞ പടത്തിൽ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഫുൾ നമ്മൾ ത്രൂ ഔട്ട് മെയിൻ ക്യാരക്ടറുകളല്ലേ ചെയ്യുന്നത്. അപ്പോൾ ടെൻഷൻ പിന്നെ എന്താ പറയുക ഇല്ല. പിന്നെ ഞങ്ങൾ ആദ്യം 3 ദിവസം ടെൻഷൻ മാറി. പിന്നെ എന്താ വെച്ചാൽ ഡെയിലി എല്ലാവർക്കും വരണം, ഒരേ യൂണിഫോം ഇടണം, അങ്ങനത്തെ ഒരു ലെവലാണ്. കാരണം ഒരു ബേസ് ഒരു 3-4 ലൊക്കേഷൻസിൽ കുറേ ദിവസം അടുപ്പിച്ച് ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി രാവിലെ വന്നാൽ ആ യൂണിഫോം എടുത്തിട്ടോ എന്നാണ് ഞങ്ങൾ കോസ്റ്റ്യൂമിന് ആദ്യം പറയുന്നത്. അങ്ങനെ അടിപൊളിയായിരുന്നു സംഭവം. ഇത് ശങ്കരേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശങ്കരേട്ടൻ വൈകിട്ട് ജോയിൻ ചെയ്യും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്.